വെല്ലുവിളികളെ ദൈവവിളികളായി കണ്ട് മോശയുടെയും ജോഷുവയുടെയും കൂടെ കട്ടയ്ക്കുന്ന അതേ കാലം തന്നെയാണ് ഞാൻ. എന്റെ കഥ തുടങ്ങുന്നത് ഈജിപ്തിലെ ഇഷ്ടികച്ചൂളയിലാണ്. അവിടെ അടിമപ്പണി ചെയ്ത് നടുവൊടിഞ്ഞിരുന്ന ഞങ്ങളെ ദൈവം ചെങ്കടൽ കീറി മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തിന്റെ അതിരിലെത്തിച്ചു. അന്ന് മോശ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു 10 പേരെയും കൂട്ടിപ്പോയി ആ കാനാൻ ദേശം ഒന്ന് നോക്കിയിട്ട് വരാൻ. എനിക്ക് ക്യൂരിയോസിറ്റി അല്പം കൂടുതലാന്ന് എങ്ങനെയാണോവോ പുള്ളിക്ക് മനസ്സിലായേ. ഞങ്ങൾ 40 ദിവസം ആ നാട് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി. സത്യം പറഞ്ഞ കിളി പോയി. എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും മുട്ടാൻ പറ്റില്ല എന്ന് ഗ്യാരണ്ടി. എല്ലാവരും കില്ലാടികൾ തന്നെ. തിരിച്ചെത്തിയതും ഈജിപ്തിൽ കിടന്ന് മരിച്ചാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ബാക്കി 10 എണ്ണം കരച്ചില്. മനസ്സ് മാറി അവർ തിരിച്ചു പോവാൻ തുടങ്ങി. അവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോവാന്ന് കേട്ടപ്പോ തരിച്ചു കയറി വന്നു മക്കളെ എനിക്കാ. ഞാൻ അവരെ നല്ല ചീത്ത പറഞ്ഞു. മോശയും അഹ്റോനും കുമ്പിട്ട് കിടന്ന് അവരോട് അപേക്ഷിച്ചു. സംഗതി ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോ ദൈവം തന്നെ ഇറങ്ങി വന്നു. കലിപ്പ് മൂടായിരുന്നു മക്കളെ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത സകലത്തിനും പണി കൊടുക്കാനുള്ള വരവായിരുന്നു അത്. ബട്ട് മോശ കയറി ഇടപെട്ട് ശാന്താക്കി. അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ. അതാണ് മക്കളെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വിലപ്പെട്ട വാക്കുകൾ. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ. കർത്താവായ ഞാൻ പറയുന്നു, എന്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വച്ചു ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം